ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ ഞങ്ങളുടെ വീട്ടിലെ രണ്ട് കുഞ്ഞിമറിഞ്ഞുങ്ങളാണ്. ഇതാ നമ്മുടെ ചുന്തിരിയും മഞ്ഞിയും. സുന്ദരി ഒരു ആൺകുട്ടിയാണ്, മഞ്ഞി ഒരു പെൺകുട്ടിയാണ്. ഞാൻ ജെൻഡർ മാറ്റി എടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മുറുക്ക് തീർത്ത് കഴിഞ്ഞ് എന്റേതാണ് നേരത്തെ ഞാൻ വീഡിയോ എടുത്തത്. ആ കണ്ണ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അവൾ ദാ ബ്ലാക്കി വന്നുകൊണ്ടിരിക്കുന്നു. അടച്ച് ഞാൻ വാതിലടച്ചിട്ട് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ 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 വാ. അപ്പോൾ ഭയങ്കര താല്പര്യമാണ് അവൾക്കകത്തോട്ട് കയറാനായിട്ട്. മഞ്ഞ് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ എടുത്തിട്ട് കുറേ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ മഞ്ഞുമുണ്ട്, ഇപ്പോൾ ബ്ലാക്കിയുമുണ്ട്. അപ്പോൾ ഇവരാണ് ഇവിടുത്തെ സന്തത സഹചാരികൾ, ഞങ്ങളുടെ കൂട്ടുകാരായിട്ട് ഇവിടെ അങ്ങനെ ജീവിച്ച് വളർന്നു പോരുകയാണ്. ഇവർ ഭയങ്കര സെറ്റാണ്. അപ്പോൾ ഇവരോട് ഇവൾക്ക് ഭയങ്കര ആഗ്രഹമാണ് എൻ്റെ കാലിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോകാനൊക്കെ ആയിട്ട്. എനിക്ക് താല്പര്യമില്ല, കാൽമ മേല് മുട്ടുന്നത് എനിക്ക് തീരെ താല്പര്യമില്ല. അപ്പോൾ ഞാനിങ്ങനെ പതുക്കെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇവള് ഞങ്ങളില്ലെങ്കിലൊക്കെ ഭക്ഷണം കഴിക്കാനും കാര്യങ്ങൾക്കൊക്കെയാണ് ഇവൾ ഇങ്ങനെ വരിക. പക്ഷെ സുന്ദരിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. സുന്ദരിക്ക് എപ്പോഴും ഫുൾ ടൈം ഇവിടെ തന്നെയാണ്. വല്ലപ്പോഴൊക്കെ അവൾ പുറത്തേക്ക് വിളവ് മറ്റുള്ള വിളിച്ചു കൊണ്ട് പോകും. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പുറത്തേക്ക് പോകും. ഇപ്പം നമ്മൾ മീനൊക്കെ വാങ്ങിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ മീൻ വാങ്ങിച്ചിട്ട് ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് വെക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് എടുത്തിട്ടാണ് ഇപ്പോൾ ചോറൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ കാരണം ഇത് നന്നായിട്ട് കഴിക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് വേവിച്ചിട്ട് കേട്ടോ. അപ്പോൾ അവർ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഇഷ്ടപ്പെട്ട ഫുഡ്. പിന്നെ രാവിലെ മുറുക്കും കൊക്കുവട അങ്ങനെ അത് കറുമുറുള്ള സാധനങ്ങൾ വലിയ താല്പര്യം. ബിസ്ക്കറ്റ് കഴിച്ചിരുന്നു, ഇപ്പോൾ ബിസ്ക്കറ്റൊന്നും കഴിക്കുന്നില്ല. പിന്നെ ഇവർക്കുള്ള ബിസ്ക്കറ്റ്സൊന്നും നമ്മൾ മേടിക്കുന്നില്ല കേട്ടോ. നമുക്ക് മേടിക്കുന്ന എന്താണുള്ളത് അതിൽ നിന്ന് ഇവർക്ക് കുറച്ചുകൂടി കൊണ്ടുവച്ചു. ഇവർ നമ്മുടെ പറ്റുകളായതുകൊണ്ട് കണ്ട അടുത്ത വികൃതിയാണ് ഇവളുടെ. സുന്ദരിയുടെ വികൃതികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സുന്ദരി ഇതാ വികൃതികൾ കാട്ടിക്കൊണ്ട് ഗിണി അവൾ ഭയങ്കര ഇതാണ്. നമ്മൾ പുറത്തിറങ്ങുമ്പോഴേക്കും ടയറൊക്കെ അവൾ പരിശോധിക്കും. പുറത്തിറങ്ങി കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പോൾ കാറിൽ കയറുമ്പോഴേക്കും അവൾ ടയറൊക്കെ പരിശോധിക്കും. മാങ്ങ പറക്കി കൊണ്ടുവന്നു ചേട്ടൻ, ഒരെണ്ണ കിട്ടിയുള്ളൂ, ബാക്കിയൊക്കെ പോയി ഒക്കെ അറിയാമല്ലോ. കുറച്ചൊക്കെ കുറഞ്ഞു, മാങ്ങയൊക്കെ കുറഞ്ഞു. മാങ്ങയും ചക്ക വേണ്ടതുണ്ട് ഇപ്പോൾ. അപ്പോൾ വിസിൽ അടപ്പത്ത് ഓരോന്നൊക്കെ വെച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വിസിലിങ്ങനെ കൂക്കിക്കൊണ്ടിരിക്കുകയാണ്, വിസിലടിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്നലത്തെ തലവേദന നല്ല കുറവുണ്ട് എനിക്ക്. തലവേദനയ്ക്കൊക്കെ നല്ല കുറവുണ്ട്. പിന്നെ ഇവരിപ്പോൾ ഭയങ്കര സെറ്റായിപ്പോഴേ. എനിക്ക് ഇവിടെ ആദ്യം ഒരു നായ്ക്കുട്ടി ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ, സരമ എന്നാണ് അവളെ വിളിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ സരമ പോയതിന് ശേഷം പിന്നെ ഞങ്ങളിങ്ങനെ നായ്ക്കുട്ടികളെ വളർത്താൻ, എനിക്ക് നായ്ക്കുട്ടികളെ കൂടുതൽ ഇഷ്ടം. നമ്മളുടെ നായ്ക്കുട്ടീനെയാണ് കുറച്ചുകൂടി ഇഷ്ടം കൂടുതൽ. പരിചയമായല്ലോ വളർത്തിയും. ഈ പൂച്ചകളെ എനിക്കിങ്ങനെ തൊടാനൊക്കെ ഇപ്പോഴും എനിക്ക് ഇത്തിരി പേടിയാണ്. അവരെൻ്റെ അടുത്തൊക്കെ വരുമ്പോഴും പേടിയൊക്കെ ഉണ്ട്. പക്ഷെ അല്ലാതെ പറ്റില്ലല്ലോ. അപ്പോൾ കാരണം ഇപ്പോൾ ഇന്നിപ്പോൾ മഴ ചാറിയിട്ട് മാത്രമേ ഉള്ളൂ. കാരണം ഉഷ്ണമൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ ഒത്തിരി മഴ ചാറി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവരുടെ രാവിലത്തെ റുട്ടീനാണ്. ഇനിയിപ്പോൾ ഫ്രണ്ടിലൊക്കെ അടിച്ച് കാരണം അവർ ചവിട്ടിയൊക്കെ വലിച്ചെറിഞ്ഞ് അങ്ങനെ സെറ്റിയൊക്കെ അകത്തേക്ക് കയറ്റിക്കൊണ്ട്, ഇവിടുത്തെ സെറ്റിയൊക്കെ ഞങ്ങളിതാ അകത്തോട്ട് കയറ്റിക്കൊണ്ട് പോയി. ഇനി ഇവിടെ നിന്ന് വെക്കുന്നില്ല, ഇത് കൂത്തിമറിഞ്ഞ് രണ്ടുപേരും കൂടി ഇവിടെ കലപില കൂട്ടിക്കൊണ്ടിരിക്കുക. എന്നാൽ രണ്ടുപേരും വേണമെന്നൊന്നുമില്ല കേട്ടോ. അവൾ ഒറ്റയ്ക്കായാലും ഇവൾക്ക് ഒത്തിരി കുറുമ്പൊക്കെ ഉണ്ട് ഇപ്പോൾ. കാരണം രണ്ടുപേരെ വെച്ചിട്ടൊന്നല്ല നമ്മളിപ്പോൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടുപേരല്ല. അതെ ഈ നടത്തം കണ്ടില്ല. ഇവൾക്ക് ടയറിനകത്ത് എന്തോ ഒരു അമൃതി ഇരിക്കുന്നുണ്ട്, മാന്തി പൊളിക്കുകയാണ് ടയർ. അങ്ങനെ ഇത് അവൾക്ക് ടയറിൻ്റെ സ്മെല്ലൊക്കെ ഇഷ്ടം തോന്നുന്നുണ്ട്. അറിയില്ല എന്താണ് ഇതിൻ്റെ കാരണം. മഴച്ചാറിൽ കാറ് ഓഫീസിൽ പുറത്തിടുന്നത് കൊണ്ട് എന്താണെന്നറിയില്ല, നിറച്ച് ചളി, കാറിനൊക്കെ നിറച്ച് ചളിയായിട്ടായിരിക്കുന്നത്. അയ്യോ എന്താണ് ഓരോരോ വിശേഷങ്ങൾ. ഇനി 2 വിസിലായിട്ടുള്ളൂ. ഇനി 2 വിസിലും കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ അകത്തോട്ട് അങ്ങ് കയറി ചെല്ലണം. അടുക്കളയിലേക്ക് അങ്ങോട്ട് പോകണം. അത് അങ്ങനെയാണ് എൻ്റെ പരിപാടികൾ പോകുന്നത്. അവൾക്ക് ഇങ്ങനെ മേത്ത് മുട്ടാനൊക്കെ വലിയ താല്പര്യമായിട്ട് ചേട്ടൻ്റെ പിന്നാലെയൊക്കെ നടക്കും. വേണ്ട അതാ വരണോ, ചേട്ടൻ്റെ പിന്നാലെയൊക്കെ പോവാം. അവളൊക്കെ സെറ്റായി തുടങ്ങി. അവൾ നമ്മുടെ ഒപ്പം നിൽക്കാനുള്ള ഒരു ഇതാണ്. പക്ഷേ എനിക്ക് പേടിയാണ് കേട്ടോ, ഭയങ്കര പേടിയാണ്. എനിക്ക് പൂച്ചകളെ ഭയങ്കര പേടിയാണ്, ഇപ്പോഴും പേടിയാണ്.
എനിക്ക് മൃഗങ്ങളോട് പണ്ടേ എനിക്കൊരു പേടിയൊക്കെ ആണ് കേട്ടോ. അല്ലാണ്ട് മൃഗങ്ങളോട് ഇഷ്ടമുള്ള ഒരാളൊന്നുമല്ല ഞാൻ. പേടിയാണ് എനിക്ക്. പിന്നെ നമ്മളിങ്ങനെ ഭക്ഷണമൊക്കെ കൊടുക്കാനും ഇങ്ങനെ ഇപ്പം ഇങ്ങനെയുള്ള പേടികളൊക്കെ മാറി. ഇങ്ങനെ അടുത്ത് വരുമ്പോഴും പശുവിന് ആ ചേട്ടൻ പറയാ വെറ്റില നന്നായിട്ട് വന്നിട്ടുണ്ട്, ഇതായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ എന്ന് പറയാം. ശരിയാ, വെറ്റില അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വള്ളിയൊക്കെ ഇനി അടുക്കളയിലേക്ക് ഒന്ന് ചെല്ലട്ടെ. അടുക്കളയിലേക്ക് ഒന്ന് വേഗം പോവാൻ നമുക്ക്. അടുക്കളയിൽ വിസിൽ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ദേ നോക്കണോക്കിയേ, അപ്പോൾ വാതക്കിൽ വന്ന് നിൽക്കവള് അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുക്കളയിലേക്ക് പോട്ടെ. എന്താന്ന് വീട്ടിൽ റെയ്ഡാ? ശകലേ നടക്കട്ടെ റെയ്ഡൊക്കെ. പിണറായി വിജയന് അറിയണ്ടേ പോലീസുകാരെന്താണെന്ന്? പിണറായി വിജയൻ നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരല്ലോ അല്ലേ? റെയ്ഡൊക്കെ അല്ലേ, ആരുടെ വീട്ടിൽ ഇപ്പോൾ വേണമെങ്കിലും വരും. നമ്മൾ മീൻ വറുക്കാനായിട്ട് ചട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. മീൻ വറുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാൻ ചെറുപ്പയർ വേവിച്ചിട്ട് ഇറക്കി വെച്ചു. എന്നിട്ട് നമുക്ക് വേറൊരു മുരിങ്ങയില ഇട്ടിട്ട് ഒരു തരം കറിയാണ് വെക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ മീൻ വറുത്ത് സെറ്റാക്കി വെക്കാം നമുക്ക് കേട്ടോ. ഞാൻ ചിന്തിട്ടി അടക്കത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി വെളിച്ചെണ്ണ ഇത്തിരി ബാക്കി വന്നാലും കുഴപ്പമില്ല. വറുത്തയില്ലേ നമുക്ക് കൂട്ടാനൊക്കെ കാച്ചാനുള്ളതല്ലേ. വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇതൊന്നും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊക്കെ നിറച്ച് വന്നിട്ടുണ്ട്. കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് വെച്ചിട്ടുണ്ട്. ചാളയാണ്, അത്യാവശ്യം ചാളങ്ങൾ വറുത്ത് കഴിഞ്ഞിപ്പോൾ നാളെയൊക്കെ നമുക്ക് വ്രതവും പിന്നെ ചേട്ടൻ്റെ അമ്മയുടെ ശ്രാദ്ധമൊക്കെയാണ് വരുന്നത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഫ്രിഡ്ജിൽ വെക്കല്ലേ, വീണ്ടും വേണ്ടായിട്ട് വറുത്തങ്ങോട്ട് കഴിക്കാനേ വിചാരിച്ചുണ്ട്. ഇപ്പോൾ രാത്രി വരെ ഉണ്ടാവില്ലത്, ഉച്ചയ്ക്കും രാത്രിയിലേക്കും. ഞാൻ പിന്നെ കാലത്തും കുറച്ചെടുക്കും, അതിനൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് കഴിക്കാം. നമുക്ക് എവിടെ ഇരുന്ന് അങ്ങോട്ട് ആവട്ടെ. വന്നപ്പോൾ ഇതാ മുകളിലേക്ക് കയറി വരെയിരുന്നു ഒരു വണ്ട്, അടിപൊളി വണ്ട്. പാവം വണ്ട് കിടക്കണം. വണ്ട് അങ്ങനെ കുത്തിയാലുണ്ടല്ലോ കാട്ടണ കസർത്ത്. ടാങ്ക് വൃത്തിയാക്കണതാണോ ഈ കാണുന്നത്? കൃഷ്ണ എന്താണ് ഈ കാണിക്കണത്? ഇങ്ങനെ ഓരോന്നൊക്കെ കാണിക്കും. ഈശ്വര, ഞാൻ ഇവിടേക്ക് വന്നപ്പോ ചേട്ടൻ വേയോ പേടിയാവാടോ. ഇതൊക്കെയാണ് എനിക്ക് പേടി. മനുഷ്യന്മാർ ചേട്ടൻ്റെ ഓരോ കസർത്തുകൾ കാണുമ്പോഴെനിക്ക് പേടി. മുകളിലേക്ക് ഇവിടെ ഒരു കൊപ്പക്കായ തൈയും പിന്നെ ഒരു ചേന വീണ്ടും മുളച്ച് വരുന്നുണ്ട്. അതിന് എന്തായാലും കറി വയ്ക്കണം. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ആജിൻ്റെ പ്രസാദ് ഫാമിലി വ്ളോഗ് സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ.